ആലത്തൂരിൽ കെ രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ രമ്യ ഹരിദാസ് തോൽവി ഉറപ്പിച്ചിരുന്നു. പിന്നീട് രമ്യ ഹരിദാസ് പൂർണ്ണമായി ചേലക്കര മണ്ഡലത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. DCC രമ്യ ഹരിദാസിന് നൽകിയ നിർദ്ദേശങ്ങളൊന്നും തന്നെ അവർക്ക് പാലിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആലത്തൂർ മണ്ഡലത്തിലെ തോൽവിക്ക് പിന്നാലെ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസിന്റെ പരാജയത്തിൽ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവുകളാണ് പ്രശ്നമായതെന്ന ആരോപണവുമായി DCC പ്രസിഡന്റ് തന്നെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. രമ്യയുടെ പരാജയത്തിൽ പാർട്ടി നേതൃത്വത്തിന് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രമ്യ ഹരിദാസ് ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു. മുതിർന്ന നേതാക്കൾ അടക്കം നിർദ്ദേശിച്ച കാര്യങ്ങൾ സ്ഥാനാർത്ഥി വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാത്തതാണ് കാരണമെന്നും DCC പ്രസിഡന്റ് A. തങ്കപ്പൻ കുറ്റപ്പെടുത്തിയിരുന്നു. AV ഗോപിനാഥ് ഫാക്ടർ ആലത്തൂരിൽ പ്രവർത്തിച്ചിട്ടില്ല എന്നതും ഒരു കാരണമാണെന്ന് പറഞ്ഞിരുന്നു. അതേസമയം തന്റെ നിലപാട് തോൽവിക്ക് കാരണമായെന്നായിരുന്നു AV ഗോവിന്ദൻ പ്രതികരിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഗോപിനാഥ് ഫാക്ടർ സ്വാധീനിച്ചിട്ടില്ലെന്ന DCCയുടെ വിശദീകരണമുണ്ടായത്. വോട്ടെണ്ണി അവസാനിക്കും വരെ നേരിയ ലീഡ് ഉയർത്തി ഒടുവിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് LDF സ്ഥാനാർത്ഥിയായ കെ രാധാകൃഷ്ണൻ ആലത്തൂർ മണ്ഡലം തിരിച്ചുപിടിച്ചത്. ബാലറ്റ് പേപ്പർ എണ്ണി തുടങ്ങിയപ്പോൾ ആദ്യം പുറത്തുവിട്ട 561 വോട്ടിന്റെ ലീഡല്ലാതെ ഒരിടത്തും മുന്നേറ്റം നടത്താതെയാണ് UDF സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസ് പരാജയം ഏറ്റുവാങ്ങിയത്. മറ്റു മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം വന്നു തുടങ്ങിയപ്പോഴും ആലത്തൂരിലെ വിവരമറിയാൻ അല്പം വൈകിയിരുന്നു. തപാൽ വോട്ട് എണ്ണിത്തുടങ്ങി. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ആദ്യ ഫലം വന്നപ്പോൾ രമ്യ ഹരിദാസിന് 1000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം കാണിച്ചത് UDF ക്യാമ്പിൽ ആവേശം ജനിപ്പിച്ചിരുന്നു. എന്നാൽ നിമിഷ നേരം കൊണ്ടാണ് ലീഡ് മാറിമറിഞ്ഞത്. പിന്നീട് നിമിഷങ്ങൾക്കകം സ്ഥിതി ഇടതുമുന്നണിക്ക് അനുകൂലമായി. അപ്പോൾ 978 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് LDF സ്ഥാനാർത്ഥിയായ കെ രാധാകൃഷ്ണന് ഉണ്ടായിരുന്നത്. അടുത്ത 5 മിനിറ്റിനകം ലീഡ് 2084 10 മണിയോടെ LDFന്റെ ഭൂരിപക്ഷം 6796 അതിനുശേഷം 8450 വോട്ടിന്റെയും വീണ്ടും 9100 വോട്ടിന്റെയും ഭൂരിപക്ഷത്തോടെ LDF വ്യക്തമായ മുന്നേറ്റം തുടർന്നു. പിന്നീട് ഒരു ഘട്ടത്തിലും UDF ക്യാമ്പിന് ആശ്വാസം നൽകുന്ന ഫലമുണ്ടായില്ല. പിന്നീട് അങ്ങോട്ട് ഓരോ റൗണ്ട് പിന്നിടുമ്പോഴും 10,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം നിലനിർത്തി. പിന്നീട് LDFന്റെ ലീഡ് 18,869 ഉയർത്തിയ ശേഷം അധികം വൈകാതെ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം മറികടന്നെങ്കിലും ഒരു ഘട്ടത്തിൽ 19,000-ലേക്ക് താഴ്ന്നു. എന്നാൽ UDFന് മുന്നേറാൻ ഇടം നൽകിയില്ല. ഒടുവിൽ വോട്ടെണ്ണൽ അവസാന റൗണ്ടിലെത്തിയപ്പോൾ 20,113 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് LDF ആലത്തൂരിൽ വിജയം ഉറപ്പിച്ചത്. തിരഞ്ഞെടുപ്പിൽ ജയിച്ചതോടെ മന്ത്രി കെ രാധാകൃഷ്ണൻ രാജിവെക്കുന്നതോടെ ഒഴിവ് വരുന്ന ചേലക്കരയിൽ മുൻ MP-യായ രമ്യ ഹരിദാസിനെ മത്സരിപ്പിക്കാൻ ആലോചിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിവാദ പോസ്റ്റർ പ്രചരണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 18 സീറ്റ് കിട്ടിയിട്ടും സംസ്ഥാനത്തെ കോൺഗ്രസിലെ തമ്മിലടി അവസാനിക്കുന്നില്ല. തൃശൂർ ചേലക്കരയിൽ രമ്യ ഹരിദാസിനെതിരെ പോസ്റ്റർ പ്രചരണം നടക്കുകയാണ്. ആലത്തൂരിൽ പരാജയപ്പെട്ട രമ്യ ഹരിദാസിനെ ചേലക്കരയിലെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിനെതിരെയാണ് പോസ്റ്റർ. ഞങ്ങൾക്ക് ഞങ്ങളെ അറിയുന്ന ഒരു സ്ഥാനാർത്ഥി മതി ചേലക്കരയിൽ, ഒരു വരത്തി വേണ്ടേ വേണ്ട എന്നാണ് പോസ്റ്ററിലെ വാചകങ്ങൾ. ചേലക്കര ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂളിന് എതിർവശത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത്. അടുത്തിടെ തൃശൂർ DCCയിൽ ജില്ലാ ഭാരവാഹികൾക്കെതിരെ പോസ്റ്റർ പ്രചാരണവും തുടർന്ന് കയ്യാങ്കളിയും ഉണ്ടായതാണ്. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെതിരെ നേരത്തെ ചേരിതിരിഞ്ഞ് അണികൾ പോസ്റ്റർ പ്രചരണം നടത്തിയിരുന്നു. അതേസമയം വീണ്ടും DCCക്ക് മുന്നിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു പുതിയ പോസ്റ്റർ. തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ യഥാർത്ഥ പ്രതികളെ സംരക്ഷിച്ച് ജോസ് വള്ളൂരിനെ ബലി കൊടുക്കരുതെന്നും ആ പോസ്റ്ററിൽ പറഞ്ഞിരുന്നു.